എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2026 പത്മ പുരസ്കാരം അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്കകത്ത് കുറച്ച് കണക്റ്റിംഗ് ഫാക്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റിപ്പബ്ലിക് ദിനം നമുക്കറിയാം, ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. ഭാരത് രത്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരത് രത്ന. എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതി എന്ന് പറയുമ്പോൾ അത് പത്മവിഭൂഷൺ. ഇതിന് ശേഷമാണ് പത്മഭൂഷൺ, പത്മശ്രീ. ഈ 4 കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ചെയ്യണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. അതിനുശേഷം പത്മഭൂഷൺ, അതിനുശേഷമുള്ളത് പത്മശ്രീയാണ്. ഈ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി അത് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു. പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് ദ്രൗപദി മുർമു ആണ് എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിലെ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് രാഷ്ട്രപതിയാണ്. 2026 ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 131 പത്മ പുരസ്കാരങ്ങൾ. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ. ഇത് മൂന്നും കൂട്ടുമ്പം ഇങ്ങനെയാണ് 131 പത്മ അവാർഡുകൾ വരുന്നത്. 131 പത്മ പുരസ്കാരങ്ങളാണ് 2026 പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ. ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, സെറ്റാണല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു ദ്രൗപദി മുർമു ആണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത്. എന്നാൽ പത്മ അവാർഡ് കമ്മിറ്റി ഉണ്ട്. പത്മ അവാർഡ് കമ്മിറ്റി. പത്മ അവാർഡ് കമ്മിറ്റിയെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. PM പ്രധാനമന്ത്രി. പത്മ അവാർഡ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ശുപാർശ പ്രകാരമാണ് പത്മ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. പത്മ അവാർഡ് കമ്മിറ്റിയെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. പത്മ അവാർഡ് കമ്മിറ്റിയെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. എന്നാൽ ഇതിൻ്റെ അധ്യക്ഷൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത് IAS ഉദ്യോഗസ്ഥനാണ്. IAS ഉദ്യോഗസ്ഥനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. അതിനോടൊപ്പം തന്നെ ഒരു അഡീഷണൽ കാര്യം കൊണ്ട് പഠിച്ചു വെച്ചിരിക്കണം. പത്മ പുരസ്കാരം അത് വരുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ഇതൊരു നല്ല ചോദ്യമാണ്. പത്മ പുരസ്കാരം അത് ഉൾപ്പെടുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? അതിൻ്റെ ആൻസർ ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് പത്മ പുരസ്കാരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. ഇവിടെ 2026 പത്മ പുരസ്കാരം കിട്ടിയവരിൽ ആകെ വനിതകളുടെ എണ്ണം 19 വനിതകൾ. പിന്നെ വിദേശികൾ അഥവാ വിദേശ ഇന്ത്യൻ വംശജർ ആയിട്ടുള്ള 6 പേര് ഇതിനകത്തുണ്ട്. 6 പേർ. NRI അഥവാ വിദേശികൾ. ഓക്കെ,
6 പേര് NRI അഥവാ വിദേശികൾ, ഇങ്ങനെയുള്ള ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ 19 വനിതകളുണ്ട്. പിന്നെ പത്മ അവാർഡ് മരണാനന്തരമായി കിട്ടുന്നത് ആകെ 16 പേരുണ്ട്. 16 മരണാനന്തരം അതുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. അല്ലെങ്കിൽ തന്നെ 16 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചേക്കേണ്ടി പറ്റും. ഈ മരണത്തിൻ്റെയൊക്കെ പറയുമല്ലോ, മറ്റേ 16 കുളിയാണ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ഒരു രീതിക്ക് നമുക്ക് കോഡ് വെച്ച് പഠിച്ചു വയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇതൊരു കോഡായിട്ട് എടുത്താൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കേണ്ടി പറ്റും. പത്മ അവാർഡ് നേടിയിട്ടുള്ളതിൽ മരണാനന്തരമായിട്ട് കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? 16 പേര്. അറിയാം, 16 പേര്. ഓക്കെ, അതൊരു മരിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഡായിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചിരിക്കാൻ സാധിക്കും. 16. പിന്നെ 19 വനിതകൾ, 6 വിദേശികൾ അഥവാ വിദേശ ഇന്ത്യൻ വംശജർ, അങ്ങനെയുള്ള 6 പേര് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പം കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പം കേരളത്തിൽ നിന്നുള്ള എത്ര പേർക്കാണ് പത്മ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതും? അതിൻ്റെ ആൻസർ 8 പേര്. 8 പേർക്ക് കിട്ടിയിട്ടുണ്ട് കേരളം. ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചതിന് പറ്റും. കേരളത്തിലുള്ള ഈ 8 പേരുടെ കാര്യം പഠിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അത്ര മാത്രം ചിന്തിച്ചാൽ മതി. കാര്യം പത്മ പുരസ്കാരമാണ്. പത്മ പുരസ്കാരം പഠിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള 8 പേരുടെ ഇങ്ങനെയുള്ള 8 പേരുടെ പേരുകൾ പഠിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കോഡ് ഉപയോഗിച്ച് പഠിച്ചു വയ്ക്കാൻ പറ്റും. 8 പറഞ്ഞു, 16 പറഞ്ഞു. 16 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോഡ് പറഞ്ഞു, 8ൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് സെറ്റാണല്ലോ. ദ്രൗപദി മുർമുവിൻ്റെ കാര്യം പറഞ്ഞു. ദ്രൗപദി മുർമുവാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി. പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് ആരാണ്? ദ്രൗപദി മുർമുവാണ്. പത്മ പുരസ്കാരം നൽകുന്നത് രാഷ്ട്രപതിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. പിന്നെ ജനുവരി 26 റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനം എന്ന് പറയുമ്പോൾ അത് ജനുവരി 26. എൻ്റെ ചോദ്യം, 2026 റിപ്പബ്ലിക് ദിനം എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ്? അതിൻ്റെ ആൻസർ 77. 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. ഇത് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് പത്മ പുരസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. പിന്നെ അതിനുശേഷമുള്ളത് പത്മഭൂഷൺ, പിന്നെ അതിനുശേഷമുള്ളത് പത്മശ്രീ. പിന്നെ പറഞ്ഞു പത്മ അവാർഡ് കമ്മിറ്റിയുണ്ട്. പത്മ അവാർഡ് കമ്മിറ്റിയെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് പ്രധാനമന്ത്രി. എന്നാൽ അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. പത്മ അവാർഡ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് സെക്രട്ടറി എപ്പോഴും IAS കാരനാണ്. ക്യാബിനറ്റ് സെക്രട്ടറി IAS കാരനാണ്. പിന്നെ പറഞ്ഞു 131 പത്മ പുരസ്കാരങ്ങളാണ് 2026 പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 5 പത്മവിഭൂഷണുണ്ട്, 13 പത്മഭൂഷണുണ്ട്, 111 പത്മശ്രീ ഉണ്ട്. ഇത് 300 ഇത്രയും കാര്യങ്ങൾ കൂട്ടുമ്പോൾ 131. അങ്ങനെ മൊത്തം 131 പത്മ അവാർഡുകളാണ് 2026 പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഈ ഒരു പത്മ അവാർഡിൽ തന്നെ 19 വനിതകളുണ്ട്, 6 NRI അഥവാ വിദേശികൾ എന്ന് പറയുമ്പോൾ വിദേശ ഇന്ത്യൻ വംശജരോ വിദേശികളോ ഇങ്ങനെയുള്ള ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ 6 പേരുണ്ട്. പിന്നെ പറഞ്ഞു 16 ഇത് മറച്ചു വെച്ചിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പറ്റും. 16 എന്താണ്? മരണം. ശരിയല്ലേ? അപ്പം മരണാനന്തരമായിട്ട് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 16. പിന്നെ പറഞ്ഞു 8. കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ പഠിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ശരിയല്ലേ? കേരളത്തിൽ എത്ര പേര്? 8 പേര്. കേരളത്തിൽ നിന്നും പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് 8 പേരാണ്. ഇത്രയും കാര്യങ്ങൾ ബേസായിട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നോക്കാം. പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തികളെ പറ്റി നോക്കാം. പത്മവിഭൂഷൺ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം 5 വ്യക്തികൾക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അതിൽ 3 പേർക്ക് കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിലൊന്ന് VS അച്യുതാനന്ദൻ. ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊച്ചുകുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് സഖാവ് VS അച്യുതാനന്ദൻ. ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. ഏറ്റവും പ്രായം കൂടിയ CM മുഖ്യമന്ത്രി. കേരളത്തിൽ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി VS അച്യുതാനന്ദനാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ്.
ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹത്തിനെ പറ്റി പഠിച്ചു വെച്ചിരിക്കണം. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ആയിരുന്നു VS അച്യുതാനന്ദൻ. ഇദ്ദേഹം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ് ആയിരുന്നത്. VS അച്യുതാനന്ദൻ എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. VS എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വേലിക്കകത്ത് ശങ്കരൻ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. പിന്നെ ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കണം, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. VS അച്യുതാനന്ദൻ ഇദ്ദേഹം അന്തരിച്ചത് 2025 ജൂലൈ 21. 2025 ജൂലൈ 21 ഇദ്ദേഹം അന്തരിച്ചത്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് വേറെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2025 ജൂലൈ 21 VS അച്യുതാനന്ദൻ അദ്ദേഹം അന്തരിച്ചത്. VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ പൊതുഭരണം ആ ഒരു മേഖലയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. പൊതുഭരണം ഇതാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. VS അച്യുതാനന്ദൻ ഇദ്ദേഹം ആദ്യമായിട്ട് MLA ആയത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ്. അമ്പലപ്പുഴ MLA ആയിരുന്നു. അമ്പലപ്പുഴ MLA ആയിട്ടാണ് ഇദ്ദേഹം തുടങ്ങിയത്. അതിനുശേഷം അവസാനമായിട്ട് ഇദ്ദേഹം MLA ആയിരുന്നത് മലമ്പുഴ MLA ആയിരുന്നു. ഇതൊന്ന് പഠിച്ചു വെച്ചോളണം. VS അച്യുതാനന്ദൻ അദ്ദേഹം ആദ്യമായിട്ട് MLA സ്ഥാനത്തിലോട്ട് ജയിച്ചത് അമ്പലപ്പുഴയിൽ നിന്നാണ്. അദ്ദേഹം അവസാനമായിട്ട് MLA ആയത് മലമ്പുഴ MLA ആണ്. ഈ രണ്ട് കാര്യങ്ങൾ അഡീഷണലി പഠിച്ചു വെച്ചിരിക്കണം. നമ്മൾ പറഞ്ഞു പത്മവിഭൂഷൺ കിട്ടിയ 5 പേരുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ VS അച്യുതാനന്ദൻ. ഇദ്ദേഹം കേരളം ആണ്. അതുപോലെ തന്നെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഇദ്ദേഹം അന്തരിച്ചത് 2025 ജൂലൈ 21. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കിട്ടിയത് മരണാനന്തരമായിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. പിന്നെ പൊതുഭരണം ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് VS അച്യുതാനന്ദനാണ്. ഇനി രണ്ടാമത്തേത് ജസ്റ്റിസ് KT തോമസ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. രണ്ടാമത്തേത് ജസ്റ്റിസ് തോമസ്. ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തിയാണ്. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി. സുപ്രീം കോർട്ട് ജഡ്ജ് ആയിരുന്നു. ഇതൊന്ന് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ചിലപ്പോൾ ചോദിക്കാം KT തോമസ് ഇദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. PSC പരീക്ഷയാണ്, എങ്ങനെയാണോ ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ 4-5 ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അത് 4-5 ഓപ്ഷൻ ഇല്ല, 4 ഓപ്ഷൻ. സുപ്രീം കോർട്ടിന്റെ ജഡ്ജായിരുന്ന വ്യക്തിയാണ് KT തോമസ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം കല്ലുപുരയ്ക്കൽ തോമസ്. കല്ലുപുരയ്ക്കൽ തോമസ്. ഇദ്ദേഹത്തിന് 2026 പത്മവിഭൂഷൺ കിട്ടി. ഇപ്പം പറഞ്ഞ കാര്യമാണ്. എന്നാൽ 2007 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി. ഇത് വിഭൂഷൺ, ഇത് ഭൂഷൺ. ഈ ഒരു വർഷങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. കല്ലുപുരയ്ക്കൽ തോമസ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്നു. 2026 പത്മവിഭൂഷൺ 2007 പത്മഭൂഷൺ പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടി. ഇദ്ദേഹത്തിന്റെ ആത്മകഥ സോളമന്റെ തേനീച്ചകൾ. സോളമന്റെ തേനീച്ചകൾ. ഈ ഒരു പുസ്തകം പഠിച്ചു വെച്ചോളണം. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം. കാര്യം ഇതൊരു പുസ്തകം ആയതുകൊണ്ട് തന്നെ സാഹിത്യം അതിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചിട്ടേ ചെയ്യുകയാവും. ഓക്കെ, അപ്പം സോളമന്റെ തേനീച്ചകൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. കേരളത്തിന്റെ ഇപ്പോഴത്തെ നിയമപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാണ്. കേരള നിയമപരിഷ്കാര
കമ്മീഷന്റെ അധ്യക്ഷൻ ആണ്. നിലവിൽ ഇപ്പോൾ KT തോമസ് കേരള നിയമപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നേരത്തെ VSന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു കോഡ് പറയാൻ വിട്ടുപോയി. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചത് VS പത്മവിഭൂഷൺ. ഇവിടെ ഒരു എസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്തായി? VS ആയില്ലേ? ശരിയല്ലേ? VS പത്മവിഭൂഷണാണ് VSന് സഖാവ് VSന് കിട്ടിയിട്ടുള്ളത്. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളാം. ഉറപ്പായി ഇങ്ങനെ ചോദ്യം ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് പത്മ പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് ഏത് പുരസ്കാരമാണ്? പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ തരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതെല്ലാം കൂടെ കാണുന്ന സമയത്ത് പരീക്ഷ ഹാളും കൂടെ ആയതുകൊണ്ട് തന്നെ ടെൻഷൻ കാരണം കറക്റ്റ് ഓർമ്മയിൽ ഇത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഡ് നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ VS അച്യുതാനന്ദന് കിട്ടിയത് ഏത് പുരസ്കാരമാണെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. സിമ്പിളാണ്. പത്മവിഭൂഷൺ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം. പത്മവിഭൂഷൺ. V എന്ന് പറയുമ്പോൾ VSന്റെ V ആണ്. V ഫോർ VS. സെറ്റാണല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞെന്ന കാര്യം ജസ്റ്റിസ് KT തോമസ്, കല്ലുപുരയ്ക്കൽ തോമസ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്നു. സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. 2026 പത്മവിഭൂഷൺ കിട്ടി. എന്നാൽ 2007 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി. 2007 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ സോളമൻ്റെ തേനീച്ചകൾ. പിന്നെ ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ കേരളത്തിൻ്റെ നിയമപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാണ്. ഇനി അടുത്തത് മൂന്നാമത്തേത് P നാരായണൻ. ഇദ്ദേഹം കേരളം. ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയ മേഖല സാഹിത്യം വിദ്യാഭ്യാസം. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. നേരത്തെ KT തോമസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. KT തോമസിന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത് പൊതുഭരണത്തിന്റെ ഭാഗത്തു നിന്നാണ്. അതേപോലെ തന്നെ VS അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പൊതുഭരണം, ആ ഒരു ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇദ്ദേഹം RSS കാരനാണ്. ഇദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ BJPയുടെ RSSന്റെ നേതാവാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ജന്മഭൂമി പത്രത്തിന്റെ സഹസ്ഥാപകനും അതേപോലെ തന്നെ മുഖ്യ പത്രാധിപനും ആയിരുന്നത് ഇദ്ദേഹമാണ്. ബർത്ത് പ്ലേസ് തൊടുപുഴയിലാണ് ഇദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ഒക്കെ വരുന്നത്. ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്. P നാരായണൻ. ഇദ്ദേഹം കേരളം ആണ്. സാഹിത്യം വിദ്യാഭ്യാസം എന്ന ഈ ഒരു മേഖലയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയത്. RSS കാരനാണ്. അതുപോലെ തന്നെ ജന്മഭൂമി പത്രം ഇതിൻ്റെ മുഖ്യ പത്രാധിപർ ആയിരുന്നു. അതുപോലെ തന്നെ ജന്മഭൂമി പത്രത്തിൻ്റെ സഹസ്ഥാപകരിൽ ഒരാളാണ് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് തൊടുപുഴ. 3 പറഞ്ഞു. ഇനി അടുത്ത നാലാമത്തേത് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. ഇദ്ദേഹം മഹാരാഷ്ട്ര സ്റ്റേറ്റ്, അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. കല, അതായത് ഇദ്ദേഹം ഹീമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ബോളിവുഡിന്റെ ഹീമാൻ. ബോളിവുഡിന്റെ ഹീമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ബോളിവുഡിന്റെ ഹീമാൻ. ഈ 2 കാര്യങ്ങളെ ഇദ്ദേഹത്തിനെ പറ്റി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിനെ പറ്റി ഒരു കാര്യം പറഞ്ഞുതരാം. ഇദ്ദേഹം ലോക്സഭ MP ആയിരുന്നു. ലോക്സഭ MP, മെമ്പർ ഓഫ് പാർലമെന്റ്. രാജസ്ഥാനിലെ ബിക്കാനീർ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ്. MP ആയിരുന്നു, അങ്ങനെയാണ്, അതാണ് കറക്റ്റ്. MP ആയിരുന്നു. ഇദ്ദേഹം അന്തരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് കിട്ടിയത്. നേരത്തെ VSന്റെ കാര്യം പറഞ്ഞു. VSന് കിട്ടിയത് മരണാനന്തരം. അങ്ങനെയാണെങ്കിൽ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ഇദ്ദേഹത്തിന് കിട്ടിയത് മരണാനന്തരം. ഇദ്ദേഹത്തിനും മരണാനന്തരം അതുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ബോളിവുഡിൻ്റെ ഹീമാൻ ഇദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ
ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ. ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പി നാരായണൻ കേരളമാണ്. പിന്നെ സാഹിത്യം, വിദ്യാഭ്യാസം, ഈ ഒരു മേഖലയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് വിഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ബർത്ത് പ്ലേസ് തൊടുപുഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇടുക്കി ജില്ലയിലാണ് തൊടുപുഴ വരുന്നത്. തൊടുപുഴയ്ക്ക് അടുത്തുള്ള മണക്കാടാണ് ഇദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ്. ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ, ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ്. കലയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. VSന്റെ കാര്യം പറഞ്ഞു. VSന് പൊതുഭരണം അതിൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ KT തോമസ്, അദ്ദേഹത്തിനും പൊതുഭരണം ആ ഒരു ഭാഗത്തു നിന്നാണ് കിട്ടിയത്. ഇവിടെ സാഹിത്യം, വിദ്യാഭ്യാസം P നാരായണൻ, കലയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ധർമ്മേന്ദ്ര സിംഗ് ദിയോളിന് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയത്. രാജസ്ഥാനിലെ ബിക്കാനീർ അവിടെ നിന്നുള്ള ലോക്സഭ MP ആയിരുന്നു. പിന്നെ മരണാനന്തരം അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഇനി അടുത്ത അഞ്ചാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ ഇതിലെ ലാസ്റ്റ് വ്യക്തിയെ പറ്റി നോക്കാം. N രാജം. ജനിച്ചത് എറണാകുളത്താണ്. എറണാകുളം ജില്ലയിലാണ് ജനിച്ചത്. പക്ഷേ ഉത്തർപ്രദേശ് സംസ്ഥാനം അതിൻ്റെ ഭാഗമായിട്ടാണ് N രാജ്യത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയത്. കേരളത്തിൽ ജനിച്ചു, പക്ഷേ ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിട്ടാണ് N രാജ്യത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയത്. ഇതൊരു നല്ല ചോദ്യമാണ്. എറണാകുളം ജില്ലയിലാണ് N രാജൻ ജനിച്ചത്, എന്നാൽ ഉത്തർപ്രദേശ് സംസ്ഥാനം അതിൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് N രാജ്യത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയത്. പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നു. പാടുന്ന വയലിൻ എന്ന ഒരു വിശേഷണം ഇവർക്ക് ഉണ്ട്. വയലിൻ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കല എന്ന ഈ ഒരു മേഖലയിൽ നിന്നാണ് N രാജ്യത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയത്. അഞ്ചാമത്തെ ആള് N രാജം, ഉത്തർപ്രദേശിൽ അത് ആ ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് അവാർഡ് കിട്ടുന്നത്. ജനിച്ചത് എറണാകുളം ജില്ലയിലാണ്. പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നു. കലയുമായി ബന്ധപ്പെട്ടാണ് N രാജ്യത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയത്. അങ്ങനെ 5 പത്മവിഭൂഷൺ ജേതാക്കളെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് പത്മഭൂഷൺ കിട്ടിയ എത്ര പേരുണ്ടെന്ന് നോക്കാം. പത്മഭൂഷൺ ഇവിടെ പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ള 13 പേരുണ്ട്. 13 പേര്. ഇതിൽ 2 പേർ മലയാളികൾ. 2 പേർ മലയാളികൾ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മലയാളികളുടെ കാര്യം നോക്കാം, അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നോക്കാം. ഓക്കെ. ഒന്ന് മമ്മൂട്ടി. ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മമ്മൂക്ക. ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം മുഹമ്മദ് കുട്ടി എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. കലയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ 1998 പത്മശ്രീ പുരസ്കാരം കിട്ടി. പത്മശ്രീ പുരസ്കാരം. 2026 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടുന്നു. ഈ 2 കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതേ ചോദിക്കുള്ളൂ. കലയുടെ ഭാഗത്തു നിന്നാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയത്. 2026 കിട്ടിയത്. 1998 പത്മശ്രീ പുരസ്കാരം മമ്മൂട്ടിക്ക് കിട്ടുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ വ്യക്തി വെള്ളാപ്പള്ളി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇദ്ദേഹം കേരള, മമ്മൂട്ടിയും കേരള, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടുന്നത് പബ്ലിക് അഫയേഴ്സ് എന്ന ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടാണ്. പബ്ലിക് അഫയേഴ്സ്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറിയാണ്. SNDP ജനറൽ സെക്രട്ടറി.
SNDP ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇദ്ദേഹത്തിനെ പറ്റി വലുതായിട്ടൊന്നും പഠിക്കാനില്ല. പിന്നെ ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിന് എതിരെയൊക്കെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കേരള ആണ്. അതുപോലെ തന്നെ പബ്ലിക് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ടാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം. ഭൂഷൺ വിഭൂഷൺ എന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. കൊടുക്കരുത്, എന്തു വന്നാലും കൊടുക്കരുത്. പത്മഭൂഷൺ ഭൂഷൺ. മമ്മൂട്ടിക്ക് ഭൂഷൺ, വെള്ളാപ്പള്ളി നടേശനും ഭൂഷൺ കിട്ടി. ഓക്കെ, പബ്ലിക് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അടുത്തത് ശതാവധാനി ആർ ഗണേശ്. 3 ശതാവധാനി ആർ ഗണേശ്. ഇദ്ദേഹം കർണാടകയുമായി ബന്ധപ്പെട്ടാണ് ശതാവധാനി ആർ ഗണേശിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. കല, ഇത്രയും മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. കല, ശതാവധാനി ആർ ഗണേശ്, കർണാടക, കല. ഓക്കെ ആണല്ലോ. 3 കാര്യങ്ങൾ പറഞ്ഞു. 13ൽ 3 എണ്ണം. ഓക്കെ, ഇനി ബാക്കി 10 എണ്ണം നോക്കാം. അതിൽ മമ്മൂട്ടി കേരള, കല 98, പത്മശ്രീ 26, പത്മഭൂഷൺ, വെള്ളാപ്പള്ളി നടേശൻ പബ്ലിക് അഫയേഴ്സ് SNDP ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ പറഞ്ഞു ശതാവധാനി ആർ ഗണേശ്, ഇദ്ദേഹം കർണാടക സ്വദേശിയാണ്. പിന്നെ കലയുമായി ബന്ധപ്പെട്ടാണ് ശതാവധാനി ആർ ഗണേശിന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അടുത്ത 4-മത്തത് അൽക്ക യാഗ്നിക്. അൽക്ക യാഗ്നിക് മഹാരാഷ്ട്ര. അതുപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ടാണ് അൽക്ക യാഗ്നിക്കിന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയത്. ഇവർ ഗായികയാണ്. സിംഗർ, ഗായികയാണ് അൽക്ക യാഗ്നിക്. അടുത്തത് ഉദയ് കോട്ടക്. അദ്ദേഹം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ്. ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത് എന്ന് പറയുമ്പം വ്യാപാരം വ്യവസായം ആ ഒരു ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയത്. വ്യാപാരം വ്യവസായം ഇതിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. ഇനി അടുത്ത 6-മത്തത് പീയൂഷ് പാണ്ഡെ. ഇദ്ദേഹം മഹാരാഷ്ട്ര തന്നെയാണ്. മഹാരാഷ്ട്ര തന്നെയാണ്. കലയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. ഇത് മരണാനന്തരമാണ്. ഇത് ശ്രദ്ധിച്ച് പഠിച്ചോളാം. മരണാനന്തരം അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നെ ഇന്ത്യൻ പരസ്യ രംഗത്തെ ഇതിഹാസമായിരുന്നു പീയൂഷ് പാണ്ഡെ. പരസ്യരംഗം അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചിരുന്നാൽ മതി. 3 കാര്യങ്ങൾ പറഞ്ഞു. അൽക്ക യാഗ്നിക് മഹാരാഷ്ട്ര, കല എന്ന് പറയുമ്പോൾ അവർ ഗായികയാണ്. ഉദയ് കോട്ടക് മഹാരാഷ്ട്ര വ്യാപാരം വ്യവസായം, പീയൂഷ് പാണ്ഡെ മഹാരാഷ്ട്ര കല, അത് മരണാനന്തരം. ഈ ഒരു കാര്യം നോക്കി വെച്ചോളാം. ഇനി അടുത്തത് 7-മത്തേത് VK മൽഹോത്ര. ഇദ്ദേഹം പബ്ലിക് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഇത് കിട്ടുന്നത്. പിന്നെ ഡൽഹിയാണ് പബ്ലിക് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുകാര്യം. ഇദ്ദേഹം BJP രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് VK മൽഹോത്ര. ഇദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. പിന്നെ VK മൽഹോത്ര ഡൽഹിയാണ്. ഇദ്ദേഹത്തിൻ്റെ മേഖല പബ്ലിക് അഫയേഴ്സ് ആണ്, പൊതുകാര്യം. ഇദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് കിട്ടിയത്. ഇനി അടുത്തത് 8-മത്തെ ആളിനെ പറ്റി നോക്കാം. SKM മൈലാനന്ദൻ. 8-മത്തെ ആള് SKM മൈലാനന്ദൻ. ഓക്കെ, SKM മൈലാനന്ദൻ. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് SKM മൈലാനന്ദൻ. ഇദ്ദേഹം സാമൂഹിക സേവനം അതുമായി ബന്ധപ്പെട്ടാണ് പത്മഭൂഷൺ കിട്ടിയത്. സാമൂഹിക സേവനം ഇതിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന്
ഈ ഒരു പുരസ്കാരം കിട്ടിയത്? SKM മൈലാനന്ദൻ, തമിഴ്നാട്, സാമൂഹിക സേവനം. അടുത്ത 9ാമത്തേത് KR പളനിസ്വാമി KR പളനിസ്വാമി. ഇദ്ദേഹം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തിയാണ്. തമിഴ്നാട്. വൈദ്യശാസ്ത്രം, ആ ഒരു ഭാഗത്തു നിന്നാണ് KR പളനിസ്വാമിക്ക് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയത്. വൈദ്യശാസ്ത്രം. KRൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പം കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. തമിഴ്നാടാണ്. വൈദ്യശാസ്ത്രം. 2 പേരെ കാര്യം പറഞ്ഞ് അടുത്ത 10ാമത്തേത് വിജയ് അമൃതരാജ്. ഇദ്ദേഹത്തിന് സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹം USA നിന്നുള്ള വ്യക്തിയാണ്. USA നിന്നുള്ള വ്യക്തിയായിട്ട് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം കൊടുത്തിട്ടുള്ളത്. പ്രവാസി ഭാരതീയനാണ് ഇദ്ദേഹം. വിജയ് അമൃതരാജ്. സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. 2026 സ്പോർട്സിൻ്റെ ഭാഗത്ത് നിന്ന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടുന്ന ഏക വ്യക്തി ഇദ്ദേഹമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് പോയിന്റ്. പത്മഭൂഷൺ 2026 പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയ ഏക സ്പോർട്സ്മാനാണ് വിജയ് അമൃതരാജ്. പിന്നെ ഇദ്ദേഹം വരുന്നത് എവിടെയാണ്? USA. പ്രവാസിയായിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. 3 കാര്യങ്ങൾ പറഞ്ഞു. 8ാമത്തേത് SKM മൈലാനന്ദൻ, തമിഴ്നാട്, സാമൂഹിക സേവനം. അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 9ാമത്തേത് KR പളനിസ്വാമി, തമിഴ്നാട്, വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് പളനിസ്വാമിക്ക് ഈ പുരസ്കാരം കിട്ടിയത്. കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി. പിന്നെ 10ാമത്തേത് വിജയ് അമൃതരാജ്. സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. USA എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു പ്രവാസിയായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ. 11ാമത്തേത് നോറി ദത്താത്രേയുഡു. USA ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പത്മഭൂഷൺ പുരസ്കാരം കിട്ടുന്നത്. ഇദ്ദേഹം ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. എന്നാൽ നിലവിൽ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്തു നിന്നല്ല ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. USA വ്യക്തിയായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് നോറി ദത്താത്രേയുഡുവിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. പിന്നെ അടുത്ത 12ാമത്തേത് ഷിബു സോറൻ. ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പം ഇദ്ദേഹം ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ആയിരുന്നു. CM ആയിരുന്നു. മരണാനന്തരമായിട്ടാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടുന്നത്. മരണാനന്തരം അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. ഷിബു സോറൻ ജാർഖണ്ഡ് CM മുഖ്യമന്ത്രി ആയിരുന്നു. പൊതുകാര്യം അതാണ് ഇദ്ദേഹത്തിൻ്റെ മേഖല. പൊതുകാര്യം പബ്ലിക് അഫയേഴ്സ്. ഷിബു സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എവിടെ ആയിരിക്കാം? ജാർഖണ്ഡ് തന്നെയാണ്. ജാർഖണ്ഡിലെ വ്യക്തിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. മരണാനന്തരമായിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. അടുത്ത 13ാമത്തേത് ഭഗത് സിംഗ് കോഷിയാരി. ഇദ്ദേഹം ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു. CM ആയിരുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗവർണറും ആയിരുന്നു. MH ഗവർണർ. മഹാരാഷ്ട്രയുടെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളുണ്ട്.
പിന്നെ പൊതുകാര്യം ഇവിടെ 3 വ്യക്തികളുടെ പേര് തന്നിട്ടുണ്ട്. നോറി ദത്താത്രേയുഡു USA ആന്ധ്രാപ്രദേശിൽ ജനിച്ചു. എന്നാൽ USA നിന്നുള്ള വ്യക്തിയായിട്ടാണ് ഇന്ത്യ കാണുന്നത്. പിന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഷിബു സോറൻ പൊതുകാര്യം, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നു. മരണാനന്തരമായിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. പിന്നെ അതിനുശേഷം 13 ലാസ്റ്റത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ ഭഗത് സിംഗ് കോഷിയാരി. ഇദ്ദേഹം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള വ്യക്തിയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. പൊതുകാര്യം അതിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടുന്നത്. മഹാരാഷ്ട്രയുടെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. ഇതിങ്ങനെയുള്ള ഈ അഡീഷണൽ ചോദ്യങ്ങളെല്ലാം ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്, പതിവായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ഭഗത് സിംഗ് കോഷിയാരി അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുമ്പം പത്മഭൂഷൺ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ നോക്കിയത്. ഇനി അടുത്തത് പത്മശ്രീ കിട്ടിയ വ്യക്തികളെ പറ്റി നോക്കാം. കേരളത്തിൽ നിന്നും ആകെ 3 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. പത്മശ്രീ 3 മലയാളികൾ. ഇതിൽ ഒന്ന് കൊല്ലകയിൽ ദേവകിയമ്മ. സോഷ്യൽ വർക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. സോഷ്യൽ വർക്കിൻ്റെ ഭാഗത്തു നിന്നാണ് കൊല്ലകയിൽ ദേവകിയമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം കിട്ടിയത്. പരിസ്ഥിതി പ്രവർത്തകയാണ് ദേവകിയമ്മ. പരിസ്ഥിതി പ്രവർത്തകയാണ് കൊല്ലകയിൽ ദേവകിയമ്മ. ഇവർ മലയാളിയാണ്. രണ്ടാമത്തത് കലാമണ്ഡലം വിമല മേനോൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കലയുമായി ബന്ധപ്പെട്ടാണ് ഈ പുരസ്കാരം കിട്ടിയത്. ഇത് ഓർമ്മയിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. കലാമണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, കലാമണ്ഡലം ഇങ്ങനെ പഠിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും. കലാമണ്ഡലം വിമല മേനോൻ എന്ന് പറയുമ്പം ഇവർ മോഹിനിയാട്ടം നർത്തകിയാണ്. മോഹിനിയാട്ടം കലാകാരിയാണ് കലാമണ്ഡലം വിമല മേനോൻ. അടുത്ത മൂന്നാമത്തേത് A.E. മുത്തുനായകം. A.E. മുത്തുനായകം. A.E. മുത്തുനായകം മലയാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. ഈ 3 മലയാളികളുടെ കാര്യം നല്ലപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. പത്മശ്രീ കിട്ടിയ 3 മലയാളികൾ എന്ന് പറയുമ്പോൾ അത് കൊല്ലകയിൽ ദേവകിയമ്മ സോഷ്യൽ വർക്ക് പരിസ്ഥിതി പ്രവർത്തകയാണ്. കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം കലാകാരി. പിന്നെ കല ഇവിടെയുണ്ട് അവിടെയുണ്ട്, രണ്ടിടത്തും കലയുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് കോഡായിട്ട് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. കലാമണ്ഡലം വിമല മേനോൻ. പിന്നെ അതിനുശേഷം പറഞ്ഞു മൂന്നാമത്തത് A.E. മുത്തുനായകം ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം മലയാളിയാണ്. 3 വ്യക്തികളുടെ കാര്യം പറഞ്ഞു. ഇനി 2026 പത്മശ്രീ പുരസ്കാരം കിട്ടിയ മലയാളികൾ അല്ലാത്ത കുറച്ച് വ്യക്തികളുടെ കാര്യം നോക്കാം. ഒന്ന് രോഹിത് ശർമ്മ. ഇദ്ദേഹം ക്രിക്കറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ്. രോഹിത് ശർമ്മ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ്. രോഹിത് ശർമ്മ ക്രിക്കറ്റർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം ഏത് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത് എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. മഹാരാഷ്ട്ര ക്രിക്കറ്റർ ആണ് എന്നുള്ള സംഭവം ചോദിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് മഹാരാഷ്ട്ര എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ച് പഠിച്ചോളാം. ഇനി രണ്ടാമത്തത് ഹർമൻപ്രീത് കൗർ വനിതാ ക്രിക്കറ്റർ.
വനിതാ ക്രിക്കറ്ററാണ് ഹർമൻപ്രീത് കൗർ. പഞ്ചാബിൽ നിന്നുള്ള വ്യക്തിയാണ് ഹർമൻപ്രീത് കൗർ. പഞ്ചാബ്. മുകളിൽ മഹാരാഷ്ട്രയാണ് എങ്കിൽ ഇവിടെ താഴെ പഞ്ചാബാണ്. ഓക്കെ, പഞ്ചാബിൽ നിന്നുള്ള വ്യക്തിയാണ് ഹർമൻപ്രീത് കൗർ. എന്നാൽ രോഹിത് ശർമ്മ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ്. അടുത്തത് ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ്. സിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പഞ്ചാബ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അടുത്ത നാലാമത്തത് പ്രവീൺ കുമാർ. ഇദ്ദേഹത്തിന് സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഉത്തർപ്രദേശ്, യു പിയിൽ നിന്നുള്ള വ്യക്തിയാണ് പ്രവീൺ കുമാർ. പിന്നെ ഇദ്ദേഹത്തിനെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇദ്ദേഹം ഒരു പാരാ അത്ലറ്റാണ്. അത്ലറ്റാണ്. ഹൈ ജമ്പാണ് ഇദ്ദേഹത്തിന് ഉള്ള മേഖല. ഹൈ ജമ്പ്. ഇദ്ദേഹം പാരാ അത്ലറ്റാണ്. പത്മശ്രീ പുരസ്കാരം കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ അത്ലറ്റാണ് പ്രവീൺ കുമാർ. പത്മശ്രീ പുരസ്കാരം കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ അത്ലറ്റ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം. പാരാ അത്ലറ്റാണ് പ്രവീൺ കുമാർ. UP ആണ്. സ്പോർട്സ്. ഓക്കെ, അതായത് ഇദ്ദേഹത്തിൻ്റെ 23ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പത്മശ്രീ പുരസ്കാരം കിട്ടുന്നത്. പത്മശ്രീ പുരസ്കാരം കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ അത്ലറ്റാണ് പ്രവീൺ കുമാർ. അടുത്തത് സവിത പുനിയ. സ്പോർട്സ് ആണ് ഹരിയാന. സ്പോർട്സ് ആണ്. അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്നുള്ള വ്യക്തിയാണ്. സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നാണ് സവിത പുനിയയ്ക്ക് പത്മശ്രീ പുരസ്കാരം കിട്ടുന്നത്. വനിതാ ഹോക്കി പ്ലെയർ ആണ് സവിത പുനിയ. ഇത്രയും ഈ 5 വ്യക്തികളുടെ പേര് സ്പെഷ്യലായിട്ട് ഒന്ന് പഠിച്ചു വെച്ചോളാം. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം സ്പോർട്സിൻ്റെ ഭാഗത്ത് നമുക്കറിയാം കല, സാഹിത്യം, സംസ്കാരം. അപ്പം കല, സാഹിത്യം, സ്പോർട്സ് ആ ഒരു ഭാഗത്ത് ചിലപ്പം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നല്ല ചോദ്യങ്ങളാണ്. സവിത പുനിയയ്ക്ക് 2018 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്. അർജുന പുരസ്കാരമൊക്കെ സവിത പുനിയയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 5 വ്യക്തികൾ പത്മശ്രീ കിട്ടിയിട്ടുള്ള 5 ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ കാര്യം പറഞ്ഞു. രോഹിത് ശർമ്മ ക്രിക്കറ്ററാണ്, മഹാരാഷ്ട്ര. പിന്നെ ഹർമൻപ്രീത് കൗർ എന്ന് പറയുമ്പം പഞ്ചാബാണ്. വനിതാ ക്രിക്കറ്ററാണ് ഹർമൻപ്രീത് കൗർ. ബൽദേവ് സിംഗ് പഞ്ചാബ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. പ്രവീൺ കുമാർ ഉത്തർപ്രദേശ്. സ്പോർട്സാണ്. പാരാ അത്ലറ്റാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ 23ാമത്തെ വയസ്സിലാണ് ഈ ഒരു പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടുന്നത്. പത്മശ്രീ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ അത്ലറ്റ്. പത്മശ്രീ പുരസ്കാരം കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ അത്ലറ്റാണ് ഇദ്ദേഹം. പിന്നെ അതിനുശേഷം പറഞ്ഞു സവിത പുനിയ. സ്പോർട്സാണ്. ഹരിയാനയാണ് ഇവരുടെ സ്റ്റേറ്റ്. 2018 അർജുന അവാർഡ് കിട്ടി. അതുപോലെ തന്നെ വനിതാ ഹോക്കി പ്ലെയറാണ് സവിത പുനിയ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡീഷണലായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇനി ഇതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. പത്മ പുരസ്കാരങ്ങൾ കിട്ടുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കലയുണ്ട്, സാഹിത്യം, ശാസ്ത്രം, കായികം, വിദ്യാഭ്യാസം, പൊതുകാര്യങ്ങൾ, പൊതു സേവനം, സാമൂഹിക കാര്യങ്ങൾ, വ്യാപാര വ്യവസായം, സിവിൽ സർവീസ്. ഇത്രയും മേഖലകളിൽ നിന്നൊക്കെ പത്മ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീരപ്പൻ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. വീരപ്പൻ 2004 വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ കൊക്കൂൺ ഉണ്ടായി. ഓപ്പറേഷൻ കൊക്കൂൺ
ഓപ്പറേഷൻ കൊക്കൂൺ 2004 അതെന്ന് പറയുമ്പോൾ വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കൊക്കൂൺ. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ വിജയകുമാർ. കെ വിജയകുമാർ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് 2026 പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2026 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2004 ഓപ്പറേഷൻ കൊക്കൂൺ ഉണ്ടായി. അതെന്ന് പറയുമ്പോൾ വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ കൊക്കൂൺ ഉള്ളത്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ വിജയകുമാർ. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. MH 15 പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങളുടെ കണക്ക് നോക്കുമ്പം മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്, 15 പുരസ്കാരങ്ങൾ. ഇനി അടുത്ത 2ാം സ്ഥാനത്തുള്ളത് തമിഴ്നാട്, 13 പുരസ്കാരങ്ങൾ. 13 പത്മ പുരസ്കാരങ്ങളാണ് തമിഴ്നാട് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. അതിന് ശേഷമുള്ളത് UP എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ. UP വെസ്റ്റ് ബംഗാൾ 11. ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ 11 പത്മ പുരസ്കാരങ്ങൾ വീതം നേടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കേരളത്തിൻ്റെ കോഡ് എന്താണ്? കോഡ് 8. 8ൻ്റെ പണി ഞാൻ പറഞ്ഞു. ഈ 8 വ്യക്തികളുടെ പേര് പഠിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർമ്മിച്ചാൽ മതി. കേരളം 8. ഇത് ചിലപ്പം +2 ലെവലിലുള്ള പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ക്വസ്റ്റ്യനാണ്. പത്മ പുരസ്കാരം ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള സ്റ്റേറ്റ് മഹാരാഷ്ട്ര 15 തമിഴ്നാട് 13, വെസ്റ്റ് ബംഗാൾ UP ഇത് രണ്ടും 11, കേരളം 8. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചോളാം. പിന്നെ ഏറ്റവും കൂടുതൽ പത്മശ്രീ പുരസ്കാരം കിട്ടിയ 3 സ്റ്റേറ്റുകൾ കൂടിയുണ്ട്. ശ്രീ കിട്ടിയ 3 ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മഹാരാഷ്ട്ര, MH മഹാരാഷ്ട്ര, അതുപോലെ തന്നെ തമിഴ്നാട്, അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ. ഈ 3 സ്റ്റേറ്റുകളിൽ 11 പത്മശ്രീ വീതം കിട്ടി. മഹാരാഷ്ട്രയ്ക്ക് 11 പത്മശ്രീ കിട്ടി, തമിഴ്നാട്ടിൽ 11 പത്മശ്രീ കിട്ടി, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാൾ അതിൽ 11 വെസ്റ്റ് ബംഗാളിന് 11 പത്മശ്രീ വീതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 സ്റ്റേറ്റുകളായതുകൊണ്ട് 4 ഓപ്ഷനിൽ ഇത് തരാം സാധ്യത ഉള്ള ക്വസ്റ്റ്യനാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. പത്മശ്രീ 2026 പത്മശ്രീ പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ നേടിയ 3 സ്റ്റേറ്റുകളാണ് മഹാരാഷ്ട്ര, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ. 11 മഹാരാഷ്ട്ര നേടിയത് 11, തമിഴ്നാട് നേടിയത് 11, വെസ്റ്റ് ബംഗാൾ നേടിയത് 11. അങ്ങനെ പത്മശ്രീ പുരസ്കാരം ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള 3 സ്റ്റേറ്റുകളാണ് മഹാരാഷ്ട്ര, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ. 11 വീതമാണ് നേടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയ്ക്ക് പത്മഭൂഷൺ അതൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും പത്മഭൂഷണൊക്കെ കിട്ടി. എന്നാൽ വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവളിലാണ്. വെസ്റ്റ് ബംഗാളിൽ കിട്ടിയ പത്മ അവാർഡുകൾ 11. ഈ 11 പത്മശ്രീയാണ്. വെസ്റ്റ് ബംഗാളിൽ കിട്ടിയിട്ടുള്ള 11 പത്മശ്രീയാണ്. വെസ്റ്റ് ബംഗാളിൽ പത്മഭൂഷണോ പത്മവിഭൂഷണോ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ 2026 പത്മ അവാർഡുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് എത്രയാണ്? 11 പത്മശ്രീ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ വെസ്റ്റ് ബംഗാളിന് 2026 വെസ്റ്റ് ബംഗാളിന് പത്മവിഭൂഷൺ കിട്ടിയിട്ടില്ല, പത്മഭൂഷണം കിട്ടിയില്ല. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് നിങ്ങളെ മനസ്സിൽ ഉറപ്പായിട്ടിരിക്കും. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം പറഞ്ഞുതരാം. ഇവിടെ പത്മശ്രീയുടെ കാര്യം പറഞ്ഞു എങ്കിൽ വേറൊരു കാര്യം പറഞ്ഞുതരാം. പത്മവിഭൂഷൺ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിൽ നിന്നാണ്. കേരള 3 പേര്. പിന്നെ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞ് എൻ രാജം എന്ന് പറയുമ്പോൾ അത് ഉത്തർപ്രദേശ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിട്ടാണ് നമ്മുടെ ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 3 വ്യക്തികൾ ആരൊക്കെയാണ്? 3 വ്യക്തികൾ ഓർമ്മയിൽ വേണം. VS അച്യുതാനന്ദൻ, KT തോമസ്, നാരായണൻ. ഇവർ 3 പേരാണ് കേരളത്തിൽ നിന്നും പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തികൾ. ഇവിടെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു ചെയ്യണം. കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തികൾ ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ
നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് വീഡിയോ കാണിപ്പിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.